ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എസ് ബാങ്ക് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, HDFC ഉണ്ട്, SBI ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക ബാങ്കുകളും എറണാകുളം, കലൂർ, അതുപോലെ തന്നെ MG റോഡ് ഈ ചുറ്റളവിൽ, പാലാരിവട്ടം ഈ ചുറ്റളവിലുണ്ട്. അപ്പോൾ ഡെയിലി ഇവിടെ ഓരോരോ കസ്റ്റമേഴ്സ് പേഴ്സണൽ ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. സിബിൽ കുറവായതുകൊണ്ട് റിജക്റ്റായി, അല്ലെങ്കിൽ ബാങ്കിങ് ഇല്ല, അതേപോലെ എൻ്റെ ഏരിയ നെഗറ്റീവ് ഏരിയയാണ്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ഡെയിലി ക്യൂവിൽ വെയിലും കൊണ്ടും മഴയും കൊണ്ടും ക്യൂവിൽ നിൽക്കുന്നതായിട്ട് കാണാം. അതായത് പല പല ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടാവും, കാരണം ഫിനാൻഷ്യൽ ആകുമ്പോൾ അവർ കുറച്ച് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് അവരുടെ ടൈം പോവും. പിന്നെ റിജക്റ്റ് ആവുന്നെങ്കിൽ അവരുടെ എൻക്വയറീസിൽ വരും. അത് 1-2 ഒരു 5-6 എൻക്വയറീസ് വരികയാണെങ്കിൽ പിന്നെ ആ മാസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമോ നിങ്ങൾക്ക് ലോൺ കിട്ടുകയില്ല. എൻക്വയറി നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ എൻക്വയറി ഒരു മേജർ ഫാക്ടറാണ്. സിബിൽ സ്കോർ പോലെ തന്നെ ഒരു മേജർ ഫാക്ടറാണ് ഈ ഒരു എൻക്വയറി എന്ന് പറയുന്നത്. വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 35-ലേറെ ബാങ്കിങ്ങും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും ഉൾപ്പെടെയുള്ള ഒരു കിഡിലം ആപ്ലിക്കേഷൻ നമ്മളോട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 95% ഇനി അപ്ലൈ ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കൂ. പിന്നെ നിങ്ങൾ ഇതിൽ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്താൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ബാങ്കിലാണ്, ഈ 35 ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു 0.01% എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ചെയ്യും ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ഓരോ ബാങ്കിലും ഇങ്ങനെ ഇറങ്ങി കയറി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൺലൈനിൽ ഓരോ ബാങ്ക് എടുത്തും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴും ചിലപ്പോൾ എൻക്വയറി വരും. ഹാർഡ് എൻക്വയറി ആണെങ്കിൽ നിങ്ങളുടെ സിബിലിൽ അത് റിഫ്ലക്റ്റ് ആവും. അപ്പം ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് വേറെ എങ്ങൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം കിട്ടില്ല. ഇതിൽ ICICI, HDFC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, AU ഫിനാൻസ് സ്മോൾ ബാങ്ക്, AU ഫിനാൻസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കിങ്, അതായത് നിങ്ങളുടെ NBFC, ക്രെഡിറ്റ് ബി, മണി വ്യൂ, സ്റ്റാഷ് ഫിൻ, പേജ് മുദ്ര, അങ്ങനെ ഒരുപാട് NBFCയും എല്ലാ ഫെസിലിറ്റിയും, പേഴ്സണൽ ലോൺ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ EMI ഫെസിലിറ്റി ഉണ്ട്, EMI കാർഡുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഒരിക്കലും കൂടി പറയാൻ, ഇതിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 6 മാസത്തേക്ക് വേറെ എങ്ങും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കാണാം, പേഴ്സണൽ ലോൺ കാണാം. ഇവിടെ ഇങ്ങനെ 2 കാണുള്ളൂ. നിങ്ങൾ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക്, ഞാനിത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു വിഷമം, അങ്ങനെയാണ് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്നിടത്തുനിന്ന്. കാരണം ഇത് ഉടായ്പോ കാര്യങ്ങളൊന്നുമില്ല, ജെന്യുവിനായിട്ട് RBI അണ്ടറിൽ നടക്കുന്ന ഒരു കിഡിലം ബാങ്കിങ് സിസ്റ്റമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേഴ്സണൽ ലോൺ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എല്ലാ ബാങ്കിങ്ങും, ക്രെഡിറ്റ് ബി, എംപോക്കറ്റ്, ഫൈബ്, കിസ്ത്, പ്രിഫേർഡ്, സ്മാർട്ട് കോയിൻ, ഇൻക്രെഡ്, I2I ഫണ്ടിങ്, പേഴ്സണൽ ലോൺ, ഇൻസ്റ്റാമണി, റാം ഫിൻകോപ്പ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബജാജ് ഫിൻസർവ്, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, ഹീറോ ഫിൻകോപ്പ്, കോട്ടക് മഹീന്ദ്ര, പിരമാൾ ഫിനാൻസ്, IDFC, അങ്ങനെ ഒരുപാട് ബാങ്കിങ് ഇവിടെ 22-25ഓളം NBFCയും ബാങ്കും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് കിട്ടാത്ത സംഭവം നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരിക്കലും കിട്ടില്ല, അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ പോകുന്ന സമയത്ത് അതേപോലെ തന്നെ AU ഫിനാൻസിൻ്റെ 2 വെറൈറ്റി കാർഡ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബജാജ് ഫിൻസറിൻ്റെ EMI കാർഡ്, IDFC ഫസ്റ്റ് പവർ ക്രെഡിറ്റ് കാർഡ് വെറൈറ്റി കാർഡ്, എഡ്ജ്, അതുപോലെ തന്നെ HSBC, യെസ് ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ്, HDFC ബാങ്കിൻ്റെ വേറൊരു തരത്തിലുള്ള കാർഡ്, SBI കാർഡ്, SBIയുടെ 2-3 വെറൈറ്റീസ് കാർഡ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ HDFCയുടെ റുപ്പേ കാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ് ഇവിടെ അവൈലബിൾ ആണ്. സ്വിഗ്ഗി HDFC ബാങ്ക് സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, SBI കാർഡുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി കാർഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനിൽ നിങ്ങൾ ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിഫറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നമ്പറും അതുപോലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറും OTP ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ സൈറ്റിൽ ലോഗിനായി. നമ്മളുടെ പേരും അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ഇവിടെ നമുക്ക് എലിജിബിലിറ്റി കാണും. കൺഗ്രാസ് യു ആർ എലിജിബിൾ ഫോർ ദിസ് ബ്രാൻഡ്, കൺഗ്രാസ് യു ആർ എലിജിബിൾ ഫോർ ദിസ് ബ്രാൻഡ് എന്നൊരു ഓപ്ഷൻ വരും. നിങ്ങൾ അപ്ലൈ കൊടുക്കുക.
എല്ലാത്തിനും അടുത്ത് ഇങ്ങനെ അപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരെണ്ണത്തിൽ മാത്രം അപ്ലൈ ഓപ്ഷൻ കൊടുത്താൽ മതി. അത് നിങ്ങൾക്കിപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിലാണ് നമ്മളിപ്പോൾ അപ്ലൈ കൊടുത്തത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിങ്ങൾ എലിജിബിലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സൈറ്റിലേക്ക്, മറ്റ് NBFCയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സൈറ്റിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ യുവർ ഇവിടെ അക്കൗണ്ട് ഓപ്ഷനാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ലോണിൻ്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ലോണിൻ്റെ ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ ദയവേത് ശ്രദ്ധിക്കുക, നിങ്ങൾ ലോൺ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ചെറിയ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു 30-35 ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് വരും. നമ്മളിപ്പോൾ HDFC ബാങ്കിൽ, എനിക്ക് തോന്നി ഈ ചാനലിലുള്ള എല്ലാവർക്കും അറിയാം, HDFC ബാങ്കിൽ പോയി നമ്മൾ ലോഗിൻ ചെയ്തു. അവർ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ മാസം 6-7 എൻക്വയറി ചെയ്തിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, 2 മാസം കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ICC പോയി. അവിടെ എൻക്വയറി കുഴപ്പമല്ല, അവിടെ സിബിൽ സ്കോർ 700 താഴെയാണ്. ചിലപ്പോൾ SDFCയിൽ 700 താഴെ ചെയ്യും, ICICIയിൽ എൻക്വയറി കുഴപ്പമില്ല, 700+ സിബിൽ സ്കോർ വേണം. അങ്ങനെ പല മൾട്ടിപ്പിൾ ക്രൈറ്റീരിയയാണ് ഈ ഒരു ബാങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇതവിടെ വരുന്ന ഓപ്ഷൻസ് ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം. പേഴ്സണൽ ലോൺ അവൈലബിൾ ആണ്, FD ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ്, ബാങ്ക് അക്കൗണ്ട്സ്, ഇൻഷുറൻസ്, ഡിമാൻഡ് അക്കൗണ്ട്, ബിസിനസ് ലോൺ, 2-വീലർ ലോൺ, ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ലോൺ, ഇതെല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ആര് പറഞ്ഞാലും ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോവുക. ഇവിടെ നിന്ന് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, എത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ FD ഇട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ, സിബിൽ സ്കോർ ഒന്നുമില്ലാത്തവരുടെ, അതായത് സിബിൽ സ്കോർ പൊട്ടി തകർന്നിരിക്കുന്നവർക്കൊരു ഓപ്ഷനാണ് FD ഇട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ഒരു 5000 രൂപ ഏറ്റവും കുറഞ്ഞ FD ഇട്ട് നിങ്ങൾക്ക് അതിൽ 4500 വരെ യൂസ് ചെയ്യാം. 500 രൂപ അതിൽ ഓൾറെഡി എടുക്കാൻ പറ്റില്ല. FD യുടെ 90% നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, എന്തും ചെയ്യാം, പർച്ചേസോ മണി വിഡ്രോവലോ എന്തും ചെയ്യാം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒരു 6 മാസത്തിന് 750+ വരികയും നിങ്ങളുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് മറ്റുള്ള ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുകയും അത് അപ്രൂവ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10-75ഓളം പേര് FD ക്രെഡിറ്റ് കാർഡ്സ് ഇട്ട് ഈ FD ക്രെഡിറ്റ് കാർഡ്സ്, മാഗ്നറ്റിക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.